ഇന്നിപ്പം നടിയെ ആക്രമിച്ച കേസല്ലേ ഭൂരിഭാഗം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ആരെയാണ് വെറുതെ പേരെന്ന് പറയും, ആക്രമിക്കപ്പെട്ട നടിയോട് പറയും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കുറ്റാരോപണത്തിനെയാണ്. കാരണം ഈ കേസ് മണി, പുള്ളിക്ക് ക്യാഷ് ഉണ്ടോ? എന്ത് സത്യം? അല്ല, എന്തിനാ സപ്പോർട്ട് ചെയ്യുന്ന? എന്തിനാ അങ്ങനെ ആ മനുഷ്യൻ എന്തിനാ അയാളെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം? ആക്രമിക്കപ്പെട്ട നടിയോടൊപ്പം എത്ര പേരുണ്ടോ? ആക്രമിക്കപ്പെട്ട നടിയോടൊപ്പം എത്ര പേരുണ്ടോ? എല്ലാവരും പേരിന് പറയും. ആരുള്ളത്? ആരുമില്ല. എല്ലാവരും ദിലീപിനെ സപ്പോർട്ട് ചെയ്യണം. ഭൂരിഭാഗം ആൾക്കാർ ദിലീപിനെ സപ്പോർട്ട് ചെയ്യണം. ഈ ദിലീപ് വിഷമാണ് പണ്ടേ തിലകൻ പറഞ്ഞാണ്. എത്ര പേര് ഒതുക്കിയിരിക്കുന്നു വരാം. തിലകനെ വിലക്കിയില്ലേ? എത്ര പേര് വിലക്കിയിരിക്കുന്നു? സത്യം പറഞ്ഞ എല്ലാവരും വിലക്കാണ്. ഷമീൽ പറയട്ടെ, ദിലീപ് ഒരുപാട് പേര് പണി വെച്ചിട്ടുണ്ട്, ഒരു സംശയമില്ല. ഒരുപാട് പേര് ഒതുക്കിയുണ്ട്. സിനിമ ഫീൽഡിലുണ്ട്. തിലകനെ ഒതുക്കി. എത്ര പേര് സത്യം പറഞ്ഞ എല്ലാവരും ഒതുക്കുകയാണ്. ഞാൻ എന്നെ എന്തിനാണ് ഒതുക്കുന്നത്? അത് വിനയൻ ഉണ്ടായോണ്ടാ. ആയിക്കോട്ടെ, വിനയൻ എത്ര വർഷം മാറിയുന്നതാ? വിനയനെ എത്ര വർഷം? 9 വർഷം മാറ്റി നിർത്തിയതാ. വിനയൻ സത്യം പറഞ്ഞുകൊണ്ടാ. ദിലീപ് അത്ര സ്ട്രേറ്റ് ആയിട്ട് ആളല്ല. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് പരിചയമാണ്. സിനിമാക്കാരെന്ന് പറഞ്ഞിട്ടുണ്ട്. ആന പകയുള്ള ആളാണ്. പല സിനിമക്കാർ തുറന്നു പറഞ്ഞിട്ടുള്ളോ. വിനയം പറഞ്ഞല്ലോ. ദിലീപിന് ആന പകയാൻ ദിലീപ് പറഞ്ഞിട്ടുള്ളോ? വിനയം പറഞ്ഞിട്ടുണ്ടോ? അതേപോലെ തിലകൻ പറഞ്ഞു, വിഷമാണ് പറഞ്ഞു. ആയിക്കോട്ടെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എത്ര പേര് ഒതുക്കിയിരിക്കുന്ന? എന്തുകൊണ്ട് മഞ്ജു വാര്യർ രണ്ടാമത് വന്നിട്ട് അവർക്ക് ചാൻസ്? അവരെത്രയും നല്ല സിനിമ എന്താ ഓടാത്തതാണ്? എത്രയും നല്ല സിനിമകൾ മഞ്ജു വാര്യർ സെക്കൻഡ് വന്നപ്പോൾ ചെയ്തു. റോസ് ആൻഡ്രസ് പറഞ്ഞല്ലോ ഹൗൾഡാറിലോ അല്ല, റോസ് ആൻഡ്രസ് പറഞ്ഞു ഹൗൾഡറെ സിനിമയല്ല, മഞ്ജു വാര്യർ മാറ്റണം വന്ന് റോസ് ആൻഡ്രസ് ദിലീപ് വിളിച്ചതെന്ന് പറഞ്ഞു. ഇതേ ദിലീപാണ് കുഞ്ചാക്കോബാബിനെ ഒതുക്കാൻ ശ്രമിച്ചത്. കുഞ്ചാക്കോബാബൻ പറഞ്ഞിട്ടുള്ളോ? എന്നിട്ട് എന്തിനാണ് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത്? ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ദിലീപിന്റെ ഈ പ്രിൻസൽ ഫാമിലി മുന്നുള്ള പടങ്ങൾ നല്ല ഫിലിമാണ്. ഞാൻ നല്ല റിവ്യൂ കൊടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. പ്രിൻസൽ ഫാമിലി വിട്, അതിന് മുന്നുള്ള പടങ്ങൾ എങ്ങനെ? രാമലീലോടിയില്ലേ? അത് പടം കൊള്ളാത്തതുകൊണ്ടാ. മഞ്ജുവാരിന്റെ അങ്ങനെയല്ല. മഞ്ജുവാരിന്റെ സെക്കൻഡ് എല്ലാ പടം നല്ലതാണ്. ഓൾമോസ്റ്റ് എല്ലാ പടം അതൊന്നല്ല. ഒരുപാട് ഔട്ട് ഓഫ് ബോക്സ് എത്ര മൂവി ഫൂട്ടേജാ അല്ലെങ്കിൽ എത്ര മൂവീസ് വന്നു. ഔട്ട് ഓഫ് ബോക്സ് എത്ര ഫിലിം വന്നു? ഒന്നും ഓടിയില്ലല്ലോ. ആകെ മോഹൻലാൽ കൂടെ ചില സിനിമകൾ മാത്രം ഓടി. ഒരു സിനിമ ഓടാത്തത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്തത് അത് പറയാൻ പറ്റില്ല. പല നല്ല സിനിമ ഫ്ലോപ്പായിട്ട് പല മോശം സിനിമ ഓടിയിട്ടുണ്ട്. മോഹൻലാലിന്റെ എത്ര പഴയ പടങ്ങൾ ഫ്ലോപ്പാണ്. പണ്ട് ഫ്ലോപ്പ്, ഇപ്പോഴും ഫ്ലോപ്പാണ്. ദേവദൂതൻ ഫ്ലോപ്പായില്ലേ? റിലീസ് ലേറ്റ് ആയിട്ടാ. ഇപ്പോഴും എത്രയും നല്ല പടം ഞാൻ കണ്ടോ. തണുപ്പിന്റെ പടം നല്ല പടം ആര് കണ്ടു? എത്രയോ നല്ല പടം ഫ്ലോപ്പാവും. തണുപ്പിന്റെ പടം ഓടിയോ? ഞാൻ പ്രൊമോട്ട് ചെയ്ത പടമാണ്. അതാ പറഞ്ഞ അതാണ് ഈ ആളുകളുടെ കുഴപ്പം. മാസ് സൈക്കോളജി. എന്തുകൊണ്ട് ജയിലർ പോലെ പടങ്ങൾ ഓടുന്നു? ജയിലർ വലിയ മൂവിയാണ്. അതാ പറയാം. അതുകൊണ്ടാണ് മാസ് പടങ്ങൾ ഓടുന്ന. അത് നല്ല സിനിമ പറയാൻ പറ്റില്ല. മാസ് പടങ്ങൾ ഓടുന്നത് അതുകൊണ്ടാണ്. മാസ് പടങ്ങളാണ് എല്ലാ കാലത്തും ഓടിയിരിക്കുന്നത്. മാസ് പടങ്ങളാണ് ആൾക്കാർക്ക് വേണ്ടത്. എന്തുകൊണ്ടാണ്? ഭൂരിഭാഗം ആൾക്കാരും ചിന്തിക്കാത്തവരാണ്. ഏതാ ഐഫിഎൽ എത്ര പേര് പോകുന്നുണ്ട്? അതാ പറഞ്ഞ സമൂഹത്തിലെ മാസാണ് കൂടുതൽ. മാസാണ്. ഇതന്നെയാണ് പ്രശ്നം. ഇതന്നെയാണ് മീഡിയ നെഗറ്റീവ് കാണിക്കുന്നത്. കാരണം ഭൂരിഭാഗം ആൾക്കാർ ഇങ്ങനെയാണ്. മെജോറിറ്റി ആൾക്കാർ മാസാണ്. മാസിൽ ചിന്തിക്കാനോ ഇതൊന്നും കഴിവില്ല. അവർക്കും ഇതാ വേണ്ടത്. ഇതേ മാസിലാണ് ഈ പറയുന്ന മീഡിയാസിൽ കൊടുക്കുന്നത്. ഏതാ അത് അപ്രിസിയേറ്റ് ചെയ്യാൻ ഓഡിയൻസ് ക്ലാസ് ഓഡിയൻസാണ്. അത് വളരെ കുറവാണ്. ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ മാസാണ്. അതുകൊണ്ടാണ് മാസ് പടം. ഇപ്പോൾ രാഷ്ട്രീയക്കാർ സിനിമാക്കാരൻ എന്താ ചെയ്യുന്നത്? പുലിമുരുകൻ പടം ഓടി. എന്തിനും ഉള്ള പടം പുലിമുരുകൻ പടം ഉപയോഗിക്കാൻ കാരണം മാസ് സൈക്കോളജി. പുലിമുരുകൻ പടം മാസ് സൈക്കോളജി മനസ്സിലാക്കി ഇറക്കിയ പടമാണ്. ഭൂരിഭാഗം ആൾക്കാരും മാസാണ്. ഇതുകൊണ്ട് തന്നെയാണ് പല മീഡിയക്കാരും ഇങ്ങനത്തെ ന്യൂസ് ഇടുന്നത്. കാരണം മാസ് ആൾക്കാർക്ക് വേണ്ടിയാണ്. ഒരു സമൂഹത്തിൽ ഒരു 95-98% ആൾക്കാർ മാസാണ്. ഈ ചിന്തിച്ച് അങ്ങനെ ഇൻ്റലക്ച്വൽസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് പല എൻ്റെ ആർപ്പടങ്ങൾ എവിടെ ഓടുന്നത്?
എത്ര ആർട്ട് ഫിലിംസ് ഫ്ലോപ്പായി ഉണ്ട്. അപ്പൊ ആറാട്ടിൽ നല്ലതെന്ന് പറഞ്ഞ കള്ളായിരുന്നു. ആറാട്ടിൽ ഞാൻ കള്ളല്ല, ആ ജോണറിൽ നല്ലതാണ് പറഞ്ഞത്. ആ ജോണറിൽ മാസ് സൂപ്പർ ആ ലോജിക്കില്ലാത്ത ആ ഒരു ജോണർ നല്ല പടമാണ് പറഞ്ഞത്. അല്ലാതെ അത് വാനപ്രസ്ഥോ അല്ല, അത് പുലിമുരുകൻ ശരിയല്ല. ആറാട്ട് നല്ല അവൻ ആക്ഷൻ എന്റർടൈനറാണ് പറഞ്ഞത്. പുലിമുരുകൻ എനിക്ക് തോന്നിയില്ല എന്റർടൈനറായിട്ട്. ഇപ്പൊ നരസിംഹ സിനിമയാണ് മോഹൻലാലിന്റെ കരിയർ നശിപ്പിച്ചത്. നരസിംഹൻ സിനിമ മോഹൻലാലിന്റെ കരിയർ പോയാ ആയിക്കോട്ടെ, അതിന്റെ എല്ലാ ക്വാളിറ്റി കഴിഞ്ഞ 26 വർഷം എടുത്ത് കഴിഞ്ഞാൽ മോഹൻലാലിന്റെ നല്ല സിനിമ ബ്ലസ് ചെയ്തിട്ടുള്ള തന്മാത്ര, ബ്രഹ്മരം, പ്രണയം, കുറച്ച് മൂവീസുകൾ, ബാക്കിയെല്ലാം ചവറാണ്. എത്ര ചവർ മൂവിയിലാണോ പണ്ടത്തെ 80s 80s 90s മോഡൽ നോക്കുക. 80s 90s മോഡലാണോ നരസിംഹ ശേഷം വന്ന മോഡൽ? എത്രയോ ഫിലിംസ് ഒഴിവാക്കാമായിരുന്നു. അതിന് തുടരാൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് ഫോർമുല ബേസ് മൂവിയാണ്, ഞാൻ കണ്ടു. അത് ഫോർമുല ബേസ്. അതിൽ സെക്കൻഡ് ഹാഫ് കാണിക്കുന്ന അല്ലല്ല അതിൽ തുടരത്തില്ല. സെക്കൻഡ് ഹാഫിൽ കാണിക്കുന്ന ദൃശ്യത്തിൽ കുറച്ച് സിമിലാരിറ്റി ഉണ്ട്. പിന്നെ ആ സിനിമ ഒരു ഫോർമുല പഴയ ഒരു മോഹൻലാലിൻ്റെ പാവം മോഹൻലാൽ ഇങ്ങനെ വെച്ച് ചെയ്താണ്. എനിക്കത് വലിയ സിനിമയെ തോന്നിയില്ല. ദൃശ്യം ഇന്നും നല്ല ഫിലിമാണ്. ഇഷ്ടപ്പെടാറില്ല. അപ്പൊ ആറാട്ട് മാസോട്ടല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടതാ. അതല്ല പറഞ്ഞ മാസ് ഓഡിയൻസ്, അത് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം അണ്ണൻ ഇഷ്ടപ്പെടില്ല. അണ്ണൻ ഒറ്റപ്പെട്ട് നിൽക്കണം. അങ്ങനല്ല, എനിക്ക് ഇഷ്ടമാണ് പറയും, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമുള്ള പറയും. ഞാൻ എന്റെ അഭിപ്രായം പറയാം. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ നമ്മുടെ കൂലി എന്ന് പറഞ്ഞ സിനിമ ഭൂരിഭാഗം ആളുകളും മോശം പറഞ്ഞ ഈ പറയുന്ന അത്ര മോശമല്ല. ഞാൻ പറഞ്ഞാൽ ഈ പറയുന്ന അത്ര മോശമല്ല. ഞാൻ പറഞ്ഞതാണ്. ഞാൻ ആ പടം കണ്ടപ്പോ അങ്ങനെയൊന്നല്ല. ഈ പടം പറയുന്ന അത്ര മോശമല്ല. കൂലി മൂവി ഞാൻ കണ്ടതാണ്. ഈ പറയുന്ന അത്ര മോശമല്ല ഞാൻ പറഞ്ഞത്. എല്ലായിടത്തും മാസാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ടാണ് ഈ മീഡിയം ഇങ്ങനെ ചെയ്യുന്നത്. ബിക്കോസ് മാസിനെ സാറ്റിസ്ഫൈ ആണ്. മെജോറിറ്റി പോപ്പുലേഷൻ അവരാണ്. അല്ലാതെ ജെന്യൂനായിട്ട് ആൾക്കാർ കുറവാണ്. അല്ല, ഒരു പ്ലേറ്റ് കഞ്ഞി അവിടെ പൊറോട്ടയും ബീഫും ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പൊറോട്ടയും ബീഫും കഴിക്കുന്നത് എന്ന് വെച്ചാൽ അതിൽ കൊളസ്ട്രോളുള്ള കഞ്ഞിയാണ് ആരോഗ്യത്തിന് നല്ലത്. പുലിമുര അല്ലേ മറ്റേ ഇപ്പൊ ലൂസിഫർ പുലി ഇതുകൂടെ ഓടിയ വേറെ ആർട്ട് ഫിലിം പറഞ്ഞു ഒരു ലൂസിഫർ പോലെയോ പുലിമുരുകൻ പോലെയോ. അങ്ങനെ പോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരല്ലേ ഇവിടുത്തെ സാധാരണക്കാർ. അവർ റിലീഫിന് വേണ്ടി പോകുന്നവരാ. അവർ ജോലി കുട്ടികളായിട്ട് എൻജോയ് ചെയ്യാനും കൈയടിച്ച് ബഹളം വെക്കാനാണ് 150 രൂപ. അപ്പൊ ബാക്കി അവിടെ പോയിട്ട് PhD ചെയ്യാനല്ല പോകുന്നത്, തിയേറ്ററിൽ പോകുന്നത് ഇവിടുത്തെ മെജോറിറ്റി. അതാണ് കുഴപ്പം. അവിടെയാണ് കുഴപ്പം. അതുകൊണ്ട് ഞാൻ അലിൻ ജോസ് പെരേര പൊങ്ങി വന്നത്. ഈ അലിൻ ജോസ് പെരേര പൊങ്ങിയാൻ കാരണം ഇതാണ്. കാരണം ഭൂരിഭാഗം ആൾക്കാർക്ക് ജോലി ചെയ്ത് ഭൂരിഭാഗം ആൾക്കാർ ജോലി ചെയ്ത് സ്ട്രെസ് അനുഭവിച്ച് അവസാനം റിലാക്സ് ചെയ്യാൻ പോകുന്ന മുമ്പ് പെരേരയുടെ വീഡിയോസ് കണ്ടാണ് അവർ എൻജോയ് ചെയ്യുന്നത്. അലിൻ ജോസ് പെരേര പൊങ്ങിയാൻ കാരണം ഇതെന്തെയാണ്? ഈ മാസ്റ്റർ പുള്ളി അതേ മാസ് സൈക്കോളജി മനസ്സിലാക്കിയാണ് വന്നിരിക്കുന്നത്. അതേ മാസ് സൈക്കോളജി മനസ്സിലാക്കിയാണ് പെരേര വന്നിരിക്കുന്നത്. നിങ്ങൾ ചോദിക്കണം പെരേര പൊട്ടനാണെന്ന് ചോദിക്കണം. എല്ലാം ഒരു പൊട്ടനും അല്ല, എല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ്. അവിടെ ഇവിടുത്തെ ഈ മാസ് സൈക്കോളജി മനസ്സിലാക്കി അത് ഈ സിനിമാക്കാർ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് ചെയ്താണ്. പൊട്ടത്തരം മണപ്പുറം കാണിക്കുന്ന കുറച്ച് പൊട്ടനാണ് എന്ന് പറയുന്നില്ല. പക്ഷെ വക്രത നന്നായിട്ടുണ്ട്. എങ്ങനെ ഇപ്പോൾ ആണ് എൻ്റർടൈനർ ആയത്? ഇത്ര റീച്ചിട്ടാ ഇത്രയും അല്ല ഇങ്ങനെ പറ്റേ അയാളുടെ വീഡിയോസ് ഇത്രയും റീച്ചിട്ടാനും കാരണം എന്താണ്? ഇത്രയും റീച്ചിട്ടാനും കാരണം ആൾക്കാർ ജോലി ചെയ്ത് എന്നോട് എത്ര പേര് പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തുണ്ട്. അവർ ജോലി ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ് പെരേരയുടെ വീഡിയോസ് കാണും. അദ്ദേഹം പറഞ്ഞ മാസാണ്. അതിന് സമയമില്ല അവർക്ക് എന്റർടൈൻമെന്റ് വേണ്ടത്. നിങ്ങൾ പറഞ്ഞ ഇതേ സംഭവമാണ്. ഇതേ മാസ് പടം പറഞ്ഞില്ലേ, ഈ മാസ് സൈക്കോളജി സംഭവമുണ്ട്. മാസ് സൈക്കോളജിയാണ് നമ്മൾ പോയി ചെയ്യുന്നത്. എനിക്ക് അസൂയൊന്നുമില്ല. പറഞ്ഞെന്താ എങ്ങനെ അസൂയാണ് ഉള്ള കാര്യം പറയാൻ പാടില്ലേ? ഇതൊക്കെ മാറി വരും, പെരേരയൊക്കെ മാറും. ഇതിനു മുമ്പ് ഒരുപാട് ആളുകൾ ഞാൻ മറ്റേ എന്നും ഇപ്പൊ ചെയ്താണ് എന്താ റീച്ച് ഇല്ലാത്തത്? അയാളങ്ങനത്തെ മാസ് പിടിക്കാറില്ല. അയാൾ മാസ് പിടിക്കാത്തത് കൊണ്ടാണ് അയാൾക്ക് ഇപ്പൊ റീച്ച് കുറവായത്. മാസാണ് എല്ലാവർക്കും വേണ്ടത്. പണ്ട് അങ്ങാടി വന്ന് ചെയ്യേണ്ട സിനിമ ഓടിയത് എങ്ങനെ എല്ലാ കാലത്തും ഈ എന്താണ് മോഹൻലാൽ പടം ഉണ്ടല്ലോ, എല്ലാം ഇങ്ങനത്തെ പടം ഓടുള്ളൂ, മാസേ ഓടുള്ളൂ. അങ്ങനെയാണ് ഞാൻ മീഡിയക്കാർ കാണിക്കുന്ന ഓൺലൈൻ മീഡിയ അവർക്ക് എന്തുകൊണ്ടാണ് ഈ കാണിക്കുന്നത്? ഒളിച്ചിട്ട് കാണാൻ പറ്റില്ല. തിയേറ്ററിൽ പോയി കാണാനുള്ള ധൈര്യമില്ല. മറ്റൊരു മുമ്പിലാ ഒളിച്ചിട്ട് കാണും. ഈ
ഇവർ കാണുമ്പോൾ ഇതേപോലെ ഒളിച്ചിട്ടുണ്ടായി കാണണം. അല്ല അപ്പൊ പണ്ട് കിനാരത്തുമ്പി ഓടിയത് എങ്ങനെയാ ഇവിടെ? കിനാരത്തുമ്പി അത് ഓടിയുണ്ട്, പക്ഷേ അന്നെക്കാട്ടും ഓടേണ്ട ഞാൻ ശരിക്കും പറഞ്ഞ അപ്പോൾ ഓടിയൊന്നും അപ്പൊ കിനാരത്തുമ്പി ഓടിയതല്ല. ഇല്ല ഓടി എന്ന് പറഞ്ഞാൽ അത് നരസിംഹ ഓടുകൾ ഓടിയോ, ശരി, അന്നൊക്കെ ഉണ്ടായിരുന്നു. നരസിംഹ ഓടുകൾ ഓടിയോ, പുലിമുള ഓടുകൾ ഓടിയോ? ഓടി. ആ വർഷം നരസിംഹ വലിയേട്ടന്റെ ഒപ്പം ഉണ്ടായിരുന്ന പടമായിരുന്നു കിനാരത്തുമ്പി. നരസിംഹ അടിച്ചിട്ടില്ല, നരസിംഹ അടിച്ചിട്ടില്ല. വലിയേട്ടനെക്കാട്ടും വലിയേട്ടൻ വലിയിട്ടൊന്നല്ല, നരസിംഹന്റെ റെക്കോർഡ് വന്നിട്ടില്ല. ശരി ശരി, അന്നൊക്കെ ഉണ്ടായിരുന്നു. കാണാൻ പോയിരുന്നു. ആ പിന്നെ പോയിരുന്നു. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അണ്ണന് പല കാര്യങ്ങളും അസൂയാണ്, പലതും പറയാൻ ധൈര്യമില്ല. ധൈര്യം കാണിച്ചാൽ ഈ അവസ്ഥയിലെത്തി. എനിക്ക് എന്താ അസൂയ? എനിക്ക് അസൂയ. ഞാൻ വൈറലായി ഒരു വർഷം കഴിഞ്ഞ് പെരേര വന്നപ്പോൾ എന്നോട് എത്ര പേര് പറഞ്ഞു ഒതുക്കാൻ? ഞാൻ ചെയ്തില്ലല്ലോ. ഞാൻ ടൈഗറിനെ പ്രൊമോട്ട് ചെയ്തു, കിംബോയെ പ്രൊമോട്ട് ചെയ്തു. എനിക്കെന്താ അസൂയ? അല്ല ഞാൻ പറ്റും, നിങ്ങൾ ഉൾപ്പെടെ മീഡിയക്കാരാണ്, നിങ്ങൾ ഉൾപ്പെടെ മീഡിയക്കാരാണ് പെരേര ഈ ലെവലിൽ എത്തിച്ചത്. അത് ഓർക്കണം. ആ പെരേര ഈ ലെവലിൽ എത്തിച്ച നിങ്ങൾ ഉൾപ്പെടെ ആൾക്കാരാണ്. ഈ പറയുന്ന സിനിമ അണ്ണന്റെ ഈ തിയേറ്ററിൽ പോയി കണ്ടിരുന്ന അടുത്ത മൂവി ഏതാ? തിയേറ്ററിൽ പോയി കണ്ട അടുത്ത മൂവി ഏതാ? എനിക്ക് ഓർമ്മയില്ല. ഒരുപാടുണ്ട്. കൂലി മാർക്കോ എന്നല്ല, നിങ്ങൾ ഉൾപ്പെടെ മീഡിയക്കാരാണ് പെരേര ഈ ലെവലിൽ എത്തിച്ച. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണോ വേണ്ടയോ? അതാണ് എനിക്ക് അറിയേണ്ടത്. അത് പറഞ്ഞപ്പോ അവസാനിപ്പിക്കും. അതിപ്പോ സത്യം ഏതാണെന്ന് അറിയില്ലല്ലോ. ആരാ പറഞ്ഞ സത്യം? അല്ലല്ല, അല്ല ഇയാളാണോ അവരാണ് സത്യം എന്ന് അറിയില്ലല്ലോ. ദിലീപിനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സിനിമാക്കാരന് പറഞ്ഞിട്ടുണ്ട്. അല്ല സിനിമാക്കാരൻ എനിക്ക് സിനിമാക്കാരൻ പറഞ്ഞിട്ടുണ്ട്. എത്രയോ സിനിമാക്കാർ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ എല്ലാം അപ്പൊ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ തന്നെ നിങ്ങൾ ഉറപ്പുണ്ടോ? അല്ലല്ല നിങ്ങളുടെ അല്ല ഞാൻ ചോദിച്ചിട്ടാണ് ഇപ്പൊ ചോദിക്കാം. നിങ്ങളുടെ അച്ഛനും അമ്മയും ഉറപ്പുണ്ടോ? നിങ്ങൾ കണ്ടിട്ടാണോ? കണ്ടിട്ടില്ലല്ലോ. സിനിമാ ഫീൽഡിലുള്ള ഒരുപാട് ആൾക്കാർ പറഞ്ഞ കാര്യമാണ്. ദിലീപ് ആക്സ് കോമഡി ചെയ്യാൻ എനിക്ക് ദിലീപിന് കോമഡി ചെയ്യുന്നത് മോഹൻലാലിനെക്കാട്ട് ഇഷ്ടം ദിലീപാണ്. ഏറ്റവും നന്നായിട്ട് കോമഡി ചെയ്യുന്ന ദിലീപാണ്. ഉള്ള ദിലീപ് തന്നെ കോമഡി ചെയ്യുന്ന ആളാണ്. ഞാൻ പുള്ളിയെ ദേപ്പൂട്ടിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞതാണ് കോമഡി. ഞാൻ ദേപ്പൂട്ടിൽ വെച്ച് പുള്ളി കണ്ടപ്പോൾ പറഞ്ഞു കോമഡി വിടലേന്ന് പറഞ്ഞു. ഇന്ന് മലയാളം സിനിമയിൽ ഏറ്റവും നന്നായി കോമഡി ചെയ്യുന്ന ആൾ ദിലീപാണ്. ദിലീപ് ബിസിനസ്സേ അറിയാം. ദിലീപ് ബിസിനസ്സുകാരനാണ്. ഇനിയൊന്നും ദിലീപ് കലാകാരനാണെന്ന് പറയില്ല. ദിലീപ് നല്ല ബിസിനസ്സുകാരനാണ്. എനിക്ക് അതുകൊണ്ട് സ്റ്റഡി ചെയ്യാതെ പറയാൻ പറ്റില്ല. എനിക്കതുകൊണ്ട് ഞാൻ അത് സ്റ്റഡി ചെയ്യാതെ എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് അയാളെ കുറിച്ച് ഞാൻ സിനിമയെ കുറിച്ച് പറയാം. രാഷ്ട്രീയമല്ല, ഞാൻ സിനിമയെ കുറിച്ച് പറയണം. ഞാൻ രാഷ്ട്രീയത്തെ കുറിച്ചല്ല പറയാം, സിനിമയെ പറയാം. അയാളെ കുറിച്ച് എനിക്ക് അറിയില്ലാത്ത കാര്യം എനിക്ക് പറയാൻ പറ്റും. കേസ് ഫയൽ എത്ര പേർക്ക് വിനയൻ എത്ര പേര് പറഞ്ഞിട്ടുണ്ടാ? വിനയൻ എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ടാ? ആയിക്കോട്ടെ, ഞാനത് അറിയാതെ എനിക്ക് രാവിലെ വന്ന ന്യൂസാണ്. എനിക്കത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ പറയാൻ പറ്റും? അറിയാത്ത കാര്യം എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഏതറിയാത്ത പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ ആരോടും മനസ്സിലാക്കി അസൂയ ഇടണം. അസൂയ എനിക്ക് എത്ര പേര് എന്തൊക്കെ ചെയ്യായിരുന്നു? ആരോട്